നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം കാട്ടിയ യുവാവ് അറസ്റ്റിൽ. പാലക്കൽ പാലിശ്ശേരി സ്വദേശി കോലോത്ത് വളപ്പിൽ വീട്ടിൽ ശ്രീഹരിയാണ് അറസ്റ്റിലായത്. ഊരകം മാമ്പിളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിൽ കരിങ്കൽ പാകി വിരിച്ചതിന്റെ സമർപ്പണം നടത്തി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കരിങ്കൽ പാകി വിരിക്കൽ നടത്തിയത്. വാർത്തകൾ വിശദമായി. വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങളുമായി നൈപുണ്യ വികസനവും തൊഴിലവസര സൃഷ്ടിയും സമന്വയിപ്പിക്കുകയാണ് തൊഴിൽ മേളയിലൂടെ ലക്ഷ്യമിടുന്നത്. പാലക്കലിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. CC മുകുന്ദൻ MLA തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി ആ ഡിപ്പാർട്ട്മെന്റുമായി ഇടപെട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇവിടേക്ക് എത്ര കണ്ട് ഉയർന്നു പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസം ഉയർന്നു വന്നാൽ നമ്മൾ വലിയ മാറ്റം ഈ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് സർക്കാരിന്റെ നേട്ടമല്ല പറഞ്ഞത്, എന്റെ സ്വന്തം കുടുംബത്തിലുള്ള നേട്ടമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എത്ര കണ്ട് വിദ്യാഭ്യാസം നമുക്ക് ഏത് മേഖലയാണ് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക, പക്ഷേ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ സാഹചര്യം ഉണ്ടാക്കാനും അതുപോലെ നമ്മുടെ മേഖലയിൽ മുതിർന്ന രീതിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും കഴിയും എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നമ്മൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം ഈ രാജ്യത്ത് നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുവരണം. എല്ലാ തൊഴിലാളികളെയും അല്ലെങ്കിൽ തൊഴിൽ അപേക്ഷിക്കുന്നവരെയും എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കാൻ കഴിയത്തില്ല പ്രത്യേക സാഹചര്യങ്ങൾ ഉയർത്തുകൊണ്ട് അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കണം. KDISC മഞ്ചാടി ആനിമേറ്റർ CP വിഷ്ണുവിനെ MLA ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഈ പരിപാടി ഈ ജനകീയ ആസൂത്രണം പോലെ ഒരു തുടർ പരിപാടിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തൊഴിൽ അഭ്യസ്തരായിട്ടുള്ള തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, തൊഴിൽ എവിടെയുണ്ടോ അവിടെയൊക്കെ മലയാളിയെ പറഞ്ഞയപ്പിക്കുക. എന്ന് പറഞ്ഞാൽ എവിടെയാണ് തൊഴിലുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ മലയാളി ആ സ്ഥാനത്തേക്ക് മറ്റുള്ള ആൾക്കാർ വരുന്നതിന് പകരം നമ്മുടെ ഒരാളെ അവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. അത് എവിടെയായാലും ലോകത്തിന്റെ എവിടെയായാലും നമ്മൾ അതിന് സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അനുവർത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വിജ്ഞാന കേരളം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രാദേശികമായ തൊഴിൽ സംരംഭകരെ സമീപിക്കുന്നു. അവർക്ക് ആവശ്യമായ തൊഴിലുകൾ, ധാരാളം തൊഴിലുകൾ ഉണ്ടാവില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ മലയാളികളെ പരമാവധി നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ എല്ലാവരെയും സമീപിച്ച് അവരുടെ ഒഴിവുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സമീപിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ സർക്കാർ പോളിസിയെക്കുറിച്ച് വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK സുനിൽകുമാർ, NT സജീവൻ, അനിത ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജലാൽ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ തൊഴിൽ മേളയിൽ പങ്കെടുത്തു. ബ്ലോക്ക് പരിധിയിലുള്ള നിരവധി ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ മേളയിൽ പങ്കാളികളായത്. ഉൽപാദന സേവന മേഖലകളിലെ തൊഴിലന്വേഷകർ, തൊഴിൽ ദാതാക്കൾ എന്നീ പരസ്പര പൂരകങ്ങളായ ഘടകങ്ങളെ സർക്കാർ മുൻകൈയെടുത്ത് വിവിധ തലങ്ങളിലായി സമ്മേളിപ്പിക്കും. ഇതിലൂടെ തൊഴിൽ നൈപുണ്യ വിടവുകൾ നികത്താൻ തൊഴിൽ മേളയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയ യുവാവ് അറസ്റ്റിൽ. പാലക്കൽ പാലിശ്ശേരി സ്വദേശി കോലോത്ത് വളപ്പിൽ വീട്ടിൽ ശ്രീഹരിയാണ് അറസ്റ്റിലായത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിക്ക് നേരെയാണ് യുവാവ് ലൈംഗിക അതിക്രമം നടത്തിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു ആക്രമണം. പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയായ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നടപടിക്രമങ്ങൾക്കു ശേഷം അറസ്റ്റിലായ പ്രതി ശ്രീഹരിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SI KS സുബിന്ദ, ഗ്രേഡ് SI MS ഷാജി, ഗ്രേഡ് സീനിയർ CPOമാരായ സിൻഡി, ശരത് കുമാർ, CPOമാരായ സുധിൻ, ഷിബിൻ, വിപിൻ എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. ഊരകം മാമ്പള്ളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിൽ കരിങ്കൽ പാകി വിരിച്ചതിന്റെ സമർപ്പണം നടത്തി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കരിങ്കൽ പാകി വിരിക്കൽ നടത്തിയത്. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് ക്ഷേത്രമുറ്റം കരിങ്കൽ പാകി പുതുക്കി നിർമ്മിച്ചത്. ഊരകം ദേവസ്വം ഓഫീസർ M സുധീർ ഭദ്രദീപം തെളിയിച്ച് സമർപ്പണം നടത്തി. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ആനന്ദ നാരായണ സ്വാമി, സെക്രട്ടറി M ഗോപിനാഥൻ, CJ നാരായണസ്വാമി, C രാമചന്ദ്രൻ, സമിതി അംഗങ്ങൾ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ക്ഷേത്രം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഭക്തജനങ്ങളുടെ സഹായത്തോടെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്ര വിധത്തിൽ ഓരോ കാര്യങ്ങൾ ഇവിടെ ഭക്തജനങ്ങളുടെ സഹായത്തിന് നടന്നു വരികയാണ്. അങ്ങനെ ഓരോ ഇനങ്ങളും ഇപ്പം ഇന്ന് കണ്ടു ഓളക സമർപ്പിച്ചു. അതേമാതിരി തന്നെ ഓരോരുത്തരും ഓരോ ഭക്തജനങ്ങളും വളരെ അവർ മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥന റിഫ്ലക്ഷനാണ് ഇവിടെ വരുന്ന ഓരോ കാര്യങ്ങൾ. ഓരോന്നായിട്ട് വരികയാണ്. ഇനിയും ഭക്തജനങ്ങൾക്ക് സമയങ്ങളൊക്കെ ഉണ്ട്, ഓരോ കാര്യങ്ങളിൽ ബാക്കിയുണ്ട്, അതൊക്കെ ഓരോരുത്തർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ സമർപ്പിക്കുന്നത് ഇത് ഇവിടെ ഈ കല്ല് വിരിച്ച ചടങ്ങാണ്. ഇതൊരു ഭക്തജനത്തിൻ്റെ സ്പോൺസറാണ്. അദ്ദേഹം പേരൊന്നും പറയണ്ടെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സമർപ്പണമാണ്. അത് നമ്മൾ ഇത്തിരി നന്നായിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ വെച്ചതാണ്. പക്ഷെ അത് വൈകും തോറും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് കൂട്ടത്തോടെ ഇങ്ങനെ നല്ലൊരു സദസ്സിൽ അത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദീപജ്വലനമാണ് ഇവിടെ നടന്നത്. ആ മഹത് വ്യക്തിയെ നമ്മുടെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിൽ പ്രത്യേകം ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി അറിയിച്ചുകൊള്ളുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് ICDS എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സൗഹൃദ സായന്തനം സംഘടിപ്പിച്ചു. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് വയോജന സൗഹൃദ സായന്തനം സംഘടിപ്പിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ പണ്ടാരച്ചിറ അംഗൻവാടിയിലാണ് വയോജന സൗഹൃദ സദസ്സ് ചേർന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അൽഫോൺസ പോൾസൺ അധ്യക്ഷയായി. കണ്ണുകളെ ബാധിക്കുന്ന കാറ്ററാക്ട്, ഗ്ലൂക്കോമ എന്നിവയുടെ രോഗാവസ്ഥയും പ്രതിവിധിയും എന്ന വിഷയത്തിൽ ചേർപ്പ് ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഒപ്റ്റോമെട്രിസ്റ്റ് അഞ്ജലി ചന്ദ്രൻ ക്ലാസ് എടുത്തു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഹെൽത്ത് സൂപ്പർവൈസർ AJ ആൻഡ്രു വിശദീകരിച്ചു. അംഗൻവാടി പ്രവർത്തകരായ CG സുജാത, MM മാലതി എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ മലമ്പനി രോഗം കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിൽ പനിരോഗ സർവേ, മലമ്പനി രോഗ ബോധവൽക്കരണ പ്രവർത്തനം എന്നിവ നടത്തി. പഞ്ചായത്ത് 4-ാം വാർഡിലാണ് കഴിഞ്ഞ ദിവസം മലമ്പനി രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടത്. തുടർന്നാണ് പ്രദേശത്തെ വീടുകളിൽ പനിരോഗ സർവേ, മലമ്പനി രോഗ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് തുടക്കമിട്ടത്. രോഗപകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനായി രോഗിയുടെ വീട്ടിലുള്ളവരുടെയും പ്രദേശവാസികളുടെയും രക്തം പരിശോധനയ്ക്കായി ശേഖരിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് വൈകിട്ട് പ്രദേശത്ത് തൃശൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എൻറ്റമോളജി സർവേയിലൂടെ കൊതുകിനെ കണ്ടെത്തി. ഇവയിൽ രോഗാണുക്കളുടെ സാന്നിധ്യം അറിയുന്നതിനുള്ള പരിശോധന ഉടൻ തന്നെ നടത്തും. തുടർന്ന് കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അവണിശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, MLSP, ആശാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ AJ ആൻഡോ, ബ്ലോക്ക് എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ KS ഹെന്ന എന്നിവർ രോഗബാധ പ്രദേശത്ത് സന്ദർശനം നടത്തി. ജയിൽ വകുപ്പിലെ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും ബഹുമതിക്ക് അർഹനായ ആരിഫ് KM കക്കേരിക്ക് പഴുവിൽ സൗഹാർദ്ദ കൂട്ടായ്മയുടെ ആദരം.
ജയിൽ വകുപ്പിലെ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ കറക്ഷണൽ സർവീസ് മെഡലിനും മുഖ്യമന്ത്രിയുടെ പ്രിസൺ സർവീസ് മെഡലിന് ആരിഫ് KM കക്കേരി അർഹനായിരുന്നു. പഴുവിൽ സെന്ററിൽ നടന്ന ആദര ചടങ്ങ് അഡ്വക്കേറ്റ് KO ജോൺ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ഉമ്മർ പഴുവിൽ അധ്യക്ഷനായി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് പ്രസിഡന്റ് NK ഷാജഹാൻ, ഓട്ടംതുള്ളൽ കലാകാരൻ പഴുവിൽ ഗോപിനാഥ്, പഴുവിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PM ഇബ്രാഹിം, CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി CA ശിവൻ, കോൺഗ്രസ് ചെയർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM പരമശിവൻ, TO ദേവസി എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ എറവിൽ പച്ചക്കറി കടയിൽ മോഷണം. കടയിൽ സൂക്ഷിച്ചിരുന്ന 9,000 രൂപ മോഷ്ടാവ് കവർന്നു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കരുവാൻ വളവിൽ മുടിയൻസ് എന്ന കടയിലാണ് മോഷണം നടന്നത്. എറവ് സ്വദേശി കാരാമൽ വീട്ടിൽ സജീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പച്ചക്കറി കട. ഇന്ന് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഉടമസ്ഥനായ സജീഷ് മോഷണ വിവരം അറിയുന്നത്. കടയുടെ മുൻവശത്തെ ഗ്രില്ലിന്റെ താഴു തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. താഴു തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര സമീപത്തു തന്നെ കണ്ടെത്തി. കടയ്ക്കുള്ളിൽ മേശവലപ്പിൽ സൂക്ഷിച്ചിരുന്ന 9,000 രൂപ മോഷ്ടാവ് കവർന്നു. കടയിൽ പണമല്ലാതെ മറ്റൊന്നും മോഷണം പോയിട്ടില്ല. കടയിൽ നിന്ന് പുറത്തിറങ്ങിയ മോഷ്ടാവ് എതിർവശത്തുള്ള വീട്ടിൽ നിന്ന് സൈക്കിൾ മോഷ്ടിച്ചിട്ടുണ്ട്. നീലങ്കാവിൽ വീട്ടിൽ ജോസിന്റെ സൈക്കിളാണ് മോഷണം പോയത്. ജോസിന്റെ വീടിന് പുറത്ത് അയ്യിൽ ഉണക്കാൻ ഇട്ടിരുന്ന മുണ്ടും മോഷ്ടിച്ച ശേഷം മോഷ്ടാവ് സൈക്കിളിൽ രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന സന്ദേശത്തോടെ ഹരിതവേഷമണിഞ്ഞ് മഴക്കാലകൂട്ട നടത്തമായ മൺസൂൺ വാക്ക് വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രൊവിൻസിന്റെ നേതൃത്വത്തിലാണ് തൃശൂരിൽ മൺസൂൺ വാക്ക് സംഘടിപ്പിച്ചത്. തൃശൂർ വടക്കുംനാഥൻ ക്ഷേത്ര മൈതാനിയിലെ മണികണ്ഠനാൽ തറയ്ക്ക് സമീപത്ത് നിന്നാണ് മൺസൂൺ വാക്ക് ആരംഭിച്ചത്. തൃശൂർ ACP സലീഷൻ ശങ്കരൻ മൺസൂൺ വാക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു. തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെതിരെ പ്രചാരണം നടത്തുന്ന ജോസ് മാവേലി, A രാജീവ് എന്നിവരെ ACP ആദരിച്ചു. പച്ചനിറമുള്ള ടീഷർട്ടും വെളുത്ത തൊപ്പിയും ധരിച്ചാണ് സ്ത്രീകളടക്കമുള്ള പ്രഭാത സവാരിക്കാർ മൺസൂൺ വാക്കിൽ അണിചേർന്നത്. 14 കിലോമീറ്റർ ദൂരം താണ്ടി പൂമലയിലേക്കായിരുന്നു മൺസൂൺ വാക്ക് നടന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി 700ഓളം പ്രഭാത സവാരിക്കാർ മൺസൂൺ വാക്കിനെ പച്ചപ്പണിയിച്ചു. മൺസൂൺ വാക്ക് പിന്നീട് പൂമലയിലെ റിച്ച് ഇന്ത്യ റിസോർട്ടിൽ സമാപിച്ചു. തുടർന്ന് പ്രഭാത സവാരിക്കാർ പങ്കെടുത്ത മെഗാ സൂംബ ഡാൻസും അരങ്ങേറി. തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാനുള്ള പൈലറ്റ് പദ്ധതിയാണ് വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രൊവിൻസിന്റെ മൺസൂൺ വാക്ക്. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ 2 ഏക്കർ സ്ഥലം ലഭിച്ചാൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ സൗകര്യങ്ങളുള്ള ഷെൽട്ടറുകൾ നിർമ്മിച്ച് പരിപാലിക്കുമെന്ന് വള്ളുവനാട് പ്രൊവിൻസ് ചെയർമാൻ ജോസ് പുതുക്കാട് അറിയിച്ചു. പദ്ധതി കോർഡിനേറ്റർമാരായ AS രാജു, സുജിത്ത് ശ്രീനിവാസൻ, ഗ്ലോബൽ വൈസ് ചെയർമാൻ സുരേന്ദ്രൻ കണ്ണാട്ട്, പ്രൊവിൻസ് സെക്രട്ടറി NP രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ജെയ്സൺ മുറ്റിച്ചുക്കാരൻ, MMA റസാഖ്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, സജീവ് മഞ്ഞില, ടൈനി ഫ്രാൻസിസ് എന്നിവർ മൺസൂൺ വാക്കിന് നേതൃത്വം നൽകി. ഭിന്നശേഷി കുട്ടികൾ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ ഒരുക്കിയ കൂടെ 4.0 പ്രദർശന വിപണനമേള ശ്രദ്ധേയമായി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും കൂടെ 4.0 എന്ന പേരിൽ മേള സംഘടിപ്പിച്ചത്. ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിട്ടാണ് ജില്ലാ ഭരണകൂടം ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള സംഘടിപ്പിച്ചത്. ജില്ലയിലെ ബഡ്സ് സ്കൂളുകളിലും മറ്റ് സ്പെഷ്യൽ സ്കൂളുകളിലുമായി പഠിക്കുന്ന നിരവധി കുട്ടികളാണ് കൂടെ 4.0 പ്രദർശന വിപണനമേളയിൽ പങ്കാളികളായത്. വ്യത്യസ്തമായ ശൈലിയിൽ കുട്ടികൾ നിർമ്മിച്ച ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും മേളയെ ആകർഷകമാക്കി മാറ്റി. സബ് കളക്ടർ അഖിൽ വി മേനോൻ ഭിന്നശേഷി കുട്ടികൾ ഒരുക്കിയ പ്രദർശന വിപണനമേള കാണാനെത്തിയിരുന്നു. പെരിങ്ങണ്ടൂർ പോപ്പ് പോൾ മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികൾ ചെണ്ടമേളത്തോടെയാണ് സബ് കളക്ടറെ വരവേറ്റത്. വിവിധ തരത്തിലുള്ള ആഭരണങ്ങളും കരകൗശല വസ്തുക്കളുമടക്കം നിർമ്മിച്ച കുട്ടികളെ സബ് കളക്ടർ അഭിനന്ദിച്ചു. ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും കൂടാതെ സോപ്പ്, ഫിനോയിൽ, ബാഗുകൾ, അച്ചാറുകൾ, വിവിധതരം ഭക്ഷണ വസ്തുക്കൾ തുടങ്ങി വൈവിധ്യമാർന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് കൂടെ 4.0 പ്രദർശന വിപണന മേളയിൽ സ്ഥാനം പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആഘോഷവും കൂടിയായി പ്രദർശന വിപണന മേള. കാതിക്കോട് അൽ അക്സ പബ്ലിക് സ്കൂളിൽ ആർട്സ് ഫെസ്റ്റിന് തുടക്കമായി.
തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ PS റഫീഖ് ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PM മുഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ മുഹമ്മദ് നുഹ്മാൻ, ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ, സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ, ആർട്സ് സെക്രട്ടറി ആമിന ഹിൽമി എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം സമർപ്പിച്ച് PDP പ്രവർത്തകർ. PDP കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് തെരുവുനായ്ക്കളുടെ ആക്രമണം ചൂണ്ടിക്കാട്ടിയുള്ള പ്രത്യേക നിവേദനം പഞ്ചായത്ത് അധികൃതർക്ക് സമർപ്പിച്ചത്. തെരുവുനായ്ക്കളുടെ ശല്യം നിർമ്മാർജ്ജനം ചെയ്യുക, കുമിഞ്ഞുകൂടുന്ന മാലിന്യ പ്രശ്നത്തിൽ വേഗത്തിൽ നടപടിയെടുക്കുക, തകർന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു PDP പ്രവർത്തകർ നിവേദനം തയ്യാറാക്കിയത്. തുടർന്ന് നിവേദനം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിക്ക് PDP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി കയ്പമംഗലത്ത് കൈമാറി. PDP ജില്ലാ ട്രഷറർ ആഫിഖ് അലി ചാമക്കാല, മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഖാദർ, സെക്രട്ടറി മനാഫ് ചൂലുകാരൻ, PS ഷഹീൻ, ഇസ്ഹാഖ് പൊന്നാത്ത് എന്നിവർ നിവേദനം സമർപ്പിക്കാനെത്തിയ സംഘത്തിലുണ്ടായിരുന്നു. മതിലകം ശ്രീനാരായണപുരത്ത് ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോ ആണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 10-ാം തീയതി ഞായറാഴ്ചയാണ് മതിലകം ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർച്ച ചെയ്യപ്പെട്ടത്. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന 7500ഓളം രൂപയാണ് മോഷ്ടാവ് കവർന്നത്. തുടർന്ന് പ്രതിയെ പിടികൂടാൻ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപകമാക്കുകയായിരുന്നു. അന്വേഷണത്തിനിടെ മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അന്വേഷണ സംഘം അയക്കുകയായിരുന്നു. ഇതിനിടെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതിയെ പോലീസ് തിരിച്ചറിയുകയായിരുന്നു. തുടർന്നുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതി ഷിൻറ്റോയെ ചാലക്കുടിയിൽ നിന്ന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളുടെ കയ്യിൽ നിന്ന് ഭണ്ഡാരം കവർച്ച ചെയ്ത 7430 രൂപയും പോലീസ് പിടിച്ചെടുത്തു. തുടർന്ന് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. പ്രതി ഷിൻറ്റോ അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കറുകുറ്റിയിലുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് 5000 രൂപയും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെട്ടുകടവിലുള്ള കപ്പേളയുടെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് ഏകദേശം 3000 രൂപയോളം മോഷ്ടിച്ച കേസിലും പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 5-ാം പരത്തിയിലുള്ള ഉമാമഹേശ്വരി ക്ഷേത്രത്തിലും കരിനാട്ട് കുടുംബക്ഷേത്രത്തിലും മോഷണശ്രമം നടത്തിയതും കൊടകര വഴിയമ്പലത്ത് കപ്പേളയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO MK ഷാജി, SIമാരായ അശ്വിൻ റോയ്, TN പ്രദീപൻ, ഗ്രേഡ് SI പ്രജീഷ്, CPOമാരായ പ്രബീൻ, സതീഷ്, സനീഷ്, വിഷ്ണു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചേർപ്പ് വെസ്റ്റ് മുത്തുളിയാൽ സ്വദേശി ഒറ്റാലി വീട്ടിൽ പരേതനായ വേലായുധൻ മകൻ പ്രഭാകരൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അമ്മിണിയാണ് ഭാര്യ. സരിത, സനീഷ്, സജീഷ് എന്നിവർ മക്കളും. ഷാജി, അഖില, രശ്മി എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം കാട്ടിയ യുവാവ് അറസ്റ്റിൽ. പാലക്കൽ പാലിശ്ശേരി സ്വദേശി കോലോത്ത് വളപ്പിൽ വീട്ടിൽ ശ്രീഹരിയാണ് അറസ്റ്റിലായത്. ഊരകം മാമ്പിളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിൽ കരിങ്കൽ പാകി വിരിച്ചതിന്റെ സമർപ്പണം നടത്തി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കരിങ്കൽ പാകി വിരിക്കൽ നടത്തിയത്.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.